ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ലെങ്ത് ഓഫ്, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നോച്ച് എല്ലാം ഡിസൈൻ ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്ന ലെങ്ത് ഓഫ് ഡ്രോപ്പ് ഹോൾ ബിറ്റ്വീൻ ദി അബട്ട്മെന്റ്സ്. ലെങ്ത് ഓഫ് ഡ്രോപ്പ് ഹോൾ ബിറ്റ്വീൻ ദി അബട്ട്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതാ, വാട്ട് ഇസ് ഡ്രോപ്പ് ഹോൾ? ഡ്രോപ്പ് ഹോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഏതാണ് ഡ്രോപ്പ് ഹോൾ? ഡ്രോപ്പ് വോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നോച്ചസ് ഇരിക്കുന്ന വോൾ, ആക്ച്വലി നേരത്തെ ഞാൻ പിയർ എന്ന് പറഞ്ഞില്ലേ, വോട്ട് ഇസ് പിയർ? പിയർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് നോച്ചസിന്റെ ഇടയ്ക്കുള്ള ഈ പോർഷനാണ് പിയർ എന്ന് പറഞ്ഞാൽ. ഡ്രോപ്പ് വോളേഴ്സ് ഇതിരിക്കുന്ന വോളിന് പറയുന്ന പേരാണ് ഡ്രോപ്പ് വോൾ. ഓക്കെ, ഈ ഇരിക്കുന്ന വോളിന് പറയുന്ന പേരാണ് ഡ്രോപ്പ് വോൾ. അപ്പം ഈ ഡ്രോപ്പ് വോളിന്റെ ഡിസൈൻ ആണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഡ്രോപ്പ് വോൾ എങ്ങനെയാണ് കാണുമ്പോൾ എങ്ങനെയാണ് ഡ്രോപ്പ് വോൾ ഇരിക്കുന്നത്? ഇതാണ് ഈ ഡ്രോപ്പ് വോൾ. ഈ ഫിഗറിനകത്തൊക്കെ പ്ലാനിനകത്ത് നോക്കുമ്പോൾ കാണുന്ന ഏതാണ് ഡ്രോപ്പ് വോൾ? ഇതാണ് ഡ്രോപ്പ് വോൾ എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു ട്രപ്പീസോയിഡൽ നോച്ച് വോൾ, ജസ്റ്റ് ഒരു ഫിഗർ നോക്കാമെങ്കിൽ നിങ്ങൾ പ്രാക്ടിക്കൽ കേസിൽ കാണുമ്പോൾ ഒരു കുറച്ചുകൂടെ ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ഇതാണ് കേട്ടോ. ഇതിലിപ്പോൾ എത്ര പിയേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 പിയേഴ്സ് ഉള്ള ഒരു വീഡിയോ ആണ് ഇത്. ഒരു ജസ്റ്റ് ഒരു ഫോട്ടോ ആണ് ഇത്. ഓക്കെ, അപ്പം ഈ ഡ്രോപ്പ് വോളിന്റെ ഡിസൈൻ ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പം പ്ലാനിൽ നോക്കിയാൽ ഡ്രോപ്പ് വോൾ ഇതിങ്ങനെയാണ് നമുക്ക് ഡ്രോപ്പ് വോൾ കാണാൻ പറ്റുന്നത്. ഇതേതാ? ഇതിന്റെ ദിസ് വൺ ഈസ് ദി വിങ് വോൾ. ഇത് വിങ് വോൾ. ഇതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ ഡ്രോപ്പ് വോൾ. ഇതിലാണ് നോച്ചസും ഒക്കെ ഇരിക്കുന്നത്. ഇത് അതിന്റെ അബട്ട്മെന്റ്. ഈ രണ്ട് സൈഡിൽ ഡാർക്കൺ ചെയ്ത് കാണുന്നതാണ് അബട്ട്മെന്റ്സ്. പിന്നെ ഇത് അതിന്റെ വിങ് വോൾസ് ആണ്. ഇത് വിങ് വോൾ ആണ്, ഇത് വിങ് വോൾ ആണ്. അപ്പം ഈ ഡ്രോപ്പ് വോളിന്റെ ഡിസൈൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ആദ്യം ലെങ്ത് ഓഫ് ദി ഡ്രോപ്പ് വോൾ. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി ഡ്രോപ്പ് വോൾ? ഡ്രോപ്പ് വോളിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ലെങ്ത് ഓഫ് ഡ്രോപ്പ് വോൾ എന്ന് പറയുന്നത് 7/8 ഇൻറ്റു അപ്സ്ട്രീം ബെഡ് വിഡ്ത്ത്. 7/8 ഇൻറ്റു അപ്സ്ട്രീം ബെഡ് വിഡ്ത്ത്. ആൻഡ് ഒരു കണ്ടീഷനൂടെ പറയുന്നുണ്ട്. ആ കിട്ടുന്ന 7/8 ഓഫ് ബെഡ് വിഡ്ത്ത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണോ അതെന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ഡൗൺ സ്ട്രീം ബെഡ് വിഡ്ത്ത്. ഡൗൺ സ്ട്രീം ബെഡ് വിഡ്ത്തിനേക്കായി കൂടാനും പാടില്ല ഈ വാല്യൂ. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ചെക്കും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 7/8 ഓഫ് അപ്സ്ട്രീം ബെഡ് വിഡ്ത്ത് നമുക്ക് ക്വസ്റ്റ്യൻ അത് തന്നിട്ടുണ്ട്. അപ്സ്ട്രീം ബെഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 6 മീറ്റർ ആണ് നമുക്ക് ക്വസ്റ്റ്യൻ അത് തന്നിട്ടുണ്ട്. ഇതാ നോക്കിക്കേ, ബെഡ് വിഡ്ത്ത് അപ്സ്ട്രീം സൈഡിൽ എത്രയാണ്? ഇവിടെ തന്നിട്ടുണ്ട് 6 മീറ്റർ ആണ് അപ്സ്ട്രീം സൈഡിലെ ബെഡ് വിഡ്ത്ത്. അപ്പോൾ ഇവിടെ നമ്മൾ 7/8 ഓഫ് 7/8 ഓഫ് 6 ചെയ്യുമ്പോൾ നമുക്ക് 5.25 കിട്ടും. കണ്ടീഷൻ പറയുന്നത് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 6നേക്കായി കൂടാനും പാടില്ല. അപ്പൊ നമുക്ക് എന്താണ് 5.25 എന്ന് പറയുന്നത് ലെസ് ദാൻ 6 ആണ്. അതുകൊണ്ട് കുഴപ്പമില്ല, സേഫ് ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് വന്നാൽ അത് എന്തായിട്ട് എടുക്കുക? 6 ആയിട്ട് എടുക്കുക. അപ്പോൾ അതാണ് ലെങ്ത് വരുന്നത്. അപ്പൊ ലെങ്ത് നമുക്ക് എത്രയായിട്ട് കിട്ടി? 5.25. അതായത് ഈ രണ്ട് അബട്ട്മെന്റിന്റെ ഇടയ്ക്ക് ഈ ഡ്രോപ്പ് വോളിന് എത്ര ലെങ്ത് വേണം? 5.25 മീറ്റേഴ്സ് ലെങ്ത് വേണം. നെക്സ്റ്റ് ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ, ഇനി തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ പറയാൻ പോകുന്നത് പ്രൊഫൈൽ ഓഫ് ഡ്രോപ്പ് വോൾ. അപ്പം ആദ്യം ഇപ്പൊ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചത് അബട്ട്മെന്റ്സിന്റെ ഇടയ്ക്ക് എത്ര ലെങ്ത് വേണം ഇതിന് എന്ന്. ഇതാണ് രണ്ട് അബട്ട്മെന്റ്സ്. ഏതാണ് അബട്ട്മെന്റ്? ഇതുമാണ് അബട്ട്മെന്റ്. അബട്ട്മെന്റിന്റെ ഇടയ്ക്ക് എത്ര ലെങ്ത് വേണമെന്നാണ് കണ്ടുപിടിച്ചത്. നെക്സ്റ്റ് പ്രൊഫൈൽ ഓഫ് ഡ്രോപ്പ് വോൾ. ഇതിന്റെ ഓവറോൾ ആയിട്ടുള്ള ഡയമെൻഷൻസ് ഫുൾ എല്ലാം നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫിഗർ വരയ്ക്കുക. ഏതാ? ആദ്യം അപ്സ്ട്രീം ബെഡ് ലെവൽ. ഓക്കെ, അപ്സ്ട്രീം ബെഡ് ലെവൽ. അതിൽ നിന്ന് താഴോട്ട് ഡ്രോപ്പ് വോൾ. ഓക്കെ, ഡ്രോപ്പ് വോൾ. ഇതിന്റെ മണ്ടയ്ക്കാണ് എന്ത് വരുന്നത്? നോച്ച് പിയർ വരുന്നത്. നോച്ച് പിയർ വരുന്നത്. ഇതിന്റെ ഇടയ്ക്കുള്ള ഈ പോർഷൻ ആണ് എന്ത്? സിൽ ലെവൽ. ഏതാ സിൽ ലെവൽ? ഇതാണ് സിൽ ലെവൽ. നോച്ചും ഡ്രോപ്പ് വോളും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഇതാണ് സിൽ ലെവൽ എന്ന് പറയുന്നത്. അപ്പോ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഓരോന്നിന്റെ ഡയമെൻഷൻസ് ആയിട്ട് കണ്ടുപിടിക്കുക. അപ്പൊ ഫസ്റ്റ് ഫിഗർ വരയ്ക്കുക. അപ്സ്ട്രീം ബെഡ് ലെവല് സില്ലിന്റെ മുകളിലോട്ട് നോച്ച് പിയർ വരുന്നു, ഡ്രോപ്പ് വോൾ വരുന്നു. പിന്നെ എന്താ? ഡ്രോപ്പ് വോൾ കഴിഞ്ഞിട്ട് ഈ വെള്ളം വന്ന് ഫ്ലോ ചെയ്ത് താഴേക്ക് വന്ന് മീറ്റ് ചെയ്യുന്ന എവിടെയാ? ഇവിടെ ഒരു വാട്ടർ കുഷ്യൻ നമ്മൾ കൊടുക്കുന്നു. പിന്നെ അത് എന്താ? വാട്ടർ കുഷ്യൻ നമുക്കറിയാം, നമ്മൾ സർദ പഠിച്ചപ്പോഴും പറഞ്ഞു. എങ്ങനെയാണ്? ഡൗൺ സ്ട്രീമിന്റെ ബെഡ് ലെവൽ. ഇതാണ് ഡൗൺ സ്ട്രീമിന്റെ ബെഡ് ലെവൽ. ഈ ഡൗൺ സ്ട്രീം ബെഡ് ലെവലിനേക്കായി താന്നൊരു ഡിസ്റ്റൻസ്, ഒരു എക്സ് ഡിസ്റ്റൻസിൽ താന്നായിരിക്കും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്? വാട്ടർ കുഷൻ അല്ലെങ്കിൽ സോളിഡ് ഏപ്രൺ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം ആ വാട്ടർ കുഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാ ഡയമെൻഷൻസ്, പിന്നെ ഇതിന്റെ എല്ലാം താഴെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്ലോർ കൊടുക്കുന്നു. അപ്പൊ ഈ ഫിഗർ നിങ്ങൾ ഫസ്റ്റിലെ വരയ്ക്കുക. സിമ്പിൾ ആയിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ. ആദ്യം ഡ്രോപ്പ് വോൾ വരച്ചു. എങ്ങനെയാണ്? ഫസ്റ്റ് ഒന്നുകൂടെ പറയാം. ഒന്നുകൂടെ ഡ്രോപ്പ് വോൾ വരയ്ക്കുക. പിന്നെ ഡ്രോപ്പ് വോളിന്റെ മുകളിലേക്ക് നോച്ച് പിയർ വരുന്നു. ഇതിന്റെ ബെഡ് ലെവലാണ്, സിൽ ലെവൽ. പിന്നെ ഇവിടെ വാട്ടർ കുഷ്യന്റെ മുകൾ പോർഷനിലേക്ക് എന്താ? ബെഡ് ലെവൽ വരുന്നു. ദെൻ ഇവിടുത്തെ ഡൗൺ സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ. പിന്നെ ഇതിന്റെ എല്ലാം താഴെ എന്താണ്? ഫ്ലോർ വരുന്നു. ഇതാണ് പ്രൊഫൈലിൽ ഫിഗർ വരയ്ക്കുവാണെങ്കിൽ. ഇനി ഇതിനകത്ത് ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് തിക്നെസ് ഓഫ് ഡ്രോപ്പ് വോൾ. തിക്നെസ് ഓഫ് ഡ്രോപ്പ് വോൾ അറ്റ് സിൽ ലെവൽ. അതായത് ഈ ഇതാണ് നമ്മുടെ
ഡ്രോപ്പ് വോൾ. ഏതാണ് നമ്മുടെ ഡ്രോപ്പ് വോൾ? ഇതാണ് നമ്മുടെ ഡ്രോപ്പ് വോൾ. അപ്പൊ ഈ സിൽ ലെവലിലുള്ള ഡ്രോപ്പ് വോളിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ 15 to 30 സെന്റിമീറ്റർ വൈഡർ ദാൻ തിക്നെസ് ഓഫ് നോച്ച് പിയർ. നിങ്ങൾ നോക്കിക്കേ, നോച്ച് പിയർ നോക്കുവാണെങ്കിൽ ഇവിടെ ഡ്രോപ്പ് വോളിനേക്കായി ഇതാണ് നോച്ച് പിയർ എങ്കിൽ അതിനേക്കായി തിക്നെസ് കൂടിയാണ് എന്ത് വരുന്നത്? ഡ്രോപ്പ് വോൾ വരുന്നത്. അപ്പോൾ എപ്പോഴും നോച്ച് പിയറിന്റെ തിക്നെസ് എത്രയാണോ അതിനേക്കായാലും 15 to 30 സെന്റിമീറ്റർ കൂട്ടിയായിരിക്കും നമ്മൾ ഏതെടുക്കുന്നത്? ഈ ഡ്രോപ്പ് വോളിന്റെ തിക്നെസ് എടുക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? തിക്നെസ് ഓഫ് നോച്ച് പിയർ എത്രയെന്ന് അറിഞ്ഞാലേ തിക്നെസ് ഓഫ് ഡ്രോപ്പ് വോൾ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? തിക്നെസ് ഓഫ് നോച്ച് പിയർ കണ്ടുപിടിക്കുന്നു. തിക്നെസ് ഓഫ് നോച്ച് പിയർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് d/2. വാട്ട് ഈസ് d? ഡെപ്ത് ഓഫ് വാട്ടർ. വാട്ടറിന്റെ ഡെപ്ത് എത്രയാണോ അതാണ് d എന്ന് പറയുന്നത്, d/2. അപ്പൊ ക്വസ്റ്റിനകത്ത് വാട്ടർ ഡെപ്ത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഫുൾ സപ്ലൈ ഡെപ്ത് എന്ന് പറയുന്നത് ക്വസ്റ്റിനകത്ത് ഓൾറെഡി തന്നിട്ടുണ്ട്, 1.5 ആണ്. 1.5 തന്നിട്ടുണ്ട്. സോ d കണ്ടുപിടിക്കാൻ എത്രയാ? 1.5/2. നമുക്ക് എത്ര കിട്ടും? തിക്നെസ് ഓഫ് നോച്ച് പിയർ ഈസ് 0.75 മീറ്റർ എന്ന് കിട്ടും. Therefore തിക്നെസ് ഓഫ് ഡ്രോപ്പ് വോൾ എത്രയായിരിക്കും? എത്രയാണ് നമ്മൾ പറയാം? 15 to 30 സെന്റിമീറ്റർ കൂടുതലായിരിക്കും കൊടുക്കുന്നത്. സോ നമുക്ക് 15 എടുക്കാം. 15 എന്ന് പറയുമ്പോൾ എത്ര? മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.15. സോ 0.15 പ്ലസ് 0.75 ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 0.9 മീറ്റർ. അതായത് അപ്രോക്സിമേറ്റ്ലി നമ്മൾ എത്രയാക്കി എടുത്തു അതിനെ? 1 മീറ്റർ. അപ്രോക്സിമേറ്റ്ലി 1 മീറ്റർ തിക്നെസ് വേണം ഡ്രോപ്പ് വോളിന്. ഓക്കെ, അറ്റ് സിൽ ലെവൽ. സിൽ ലെവലിൽ എത്രയാണ്? 1 മീറ്റർ. അതാണ് ഇതാ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിഗർ വരച്ചു വെക്കുക ആദ്യം, എന്നിട്ട് കണ്ടുപിടിക്കുന്ന അനുസരിച്ച് ഓരോ ഡയമെൻഷൻസ് ഇതിലേക്ക് മാർക്ക് ചെയ്യുക. അപ്പം സിൽ ലെവലിലുള്ള ഡ്രോപ്പ് വോളിന്റെ വിഡ്ത് നമുക്ക് എത്രയായിട്ട് കിട്ടി? 1 മീറ്റർ ആയിട്ട് കിട്ടി. ഇനി നെക്സ്റ്റ് പറയുന്നത് ഹൈറ്റ് ഓഫ് ദി ഡ്രോപ്പ് വോൾ. അപ്പൊ ഫസ്റ്റ് ഈ സ്റ്റെപ്പിൽ തന്നെ പ്രൊഫൈലിനകത്ത് തന്നെ ഫസ്റ്റ് വരുന്നതാണ് തിക്നെസ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഏത്? ഹൈറ്റ് ഓഫ് ദി ഡ്രോപ്പ് വോൾ. ഡ്രോപ്പ് വോളിന് എത്ര ഹൈറ്റ് കൊടുക്കണം? ഇനി ഹൈറ്റ് ഓഫ് ദി ഡ്രോപ്പ് വോൾ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ വാട്ടർ കുഷനും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഹൈറ്റ് വോളിൻ ഡ്രോപ്പ് വോളിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കുന്നത്. കാരണം എന്താ? നോക്കിക്കേ, ഇവിടെ ഡ്രോപ്പ് വോൾ നോക്കുവാണെങ്കിൽ ഇത്രയാണ് ഡ്രോപ്പ് വോളിന്റെ ഹൈറ്റ് വരുന്നത്. അപ്പം ഇത്രയും നമുക്കറിയാം. അതായത് ഈ കാണിച്ചിരിക്കുന്ന എന്താണ്? ഇതെന്താണ്? ഡൗൺ സ്ട്രീം സൈഡിലെ ഫുൾ സപ്ലൈ ലെവൽ. ഇതെന്താണ്? ഡൗൺ സ്ട്രീമിലെ ബെഡ് ലെവൽ. ഈ ഒരു ഡിസ്റ്റൻസ് നമുക്കറിയാം. പക്ഷേ ഇവിടെ ഒരു വാട്ടർ കുഷൻ കൊടുക്കുന്നുണ്ട്. ഈ വാട്ടർ കുഷൻ എത്ര നമുക്കറിയാമോ? ഇല്ല. സോ ഫസ്റ്റിലെ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഈ വാട്ടർ കുഷന്റെ ഡെപ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ വാട്ടർ കുഷന്റെ ഡെപ്ത് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പം ഇതാണ് ഡ്രോപ്പ് വോൾ എങ്കിൽ ഇവിടുന്ന് വെള്ളം വരുന്നു. ഇവിടെ ഒരു ചെറിയ ഡെപ്ത് കൊടുത്തിട്ടാണ്. ഇതാണ് എന്ത്? ഡൗൺ സ്ട്രീമിന്റെ ബെഡ് വരുന്നത്. ഡൗൺ സ്ട്രീമിന്റെ ബെഡ് വരുന്നത്. അപ്പൊ ഈ വാട്ടർ കുഷന്റെ ഡെപ്ത് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ വാട്ടർ കുഷന്റെ ഡെപ്ത് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും എക്സ് ആണ് വാട്ടർ കുഷന്റെ ഡെപ്ത് എന്ന് എടുക്കുന്നെങ്കിൽ, അതായത് ഇവിടെ നോക്കുക, ഇതാണ് ബെഡ് ലെവൽ. ഡൗൺ സ്ട്രീമിലെ ബെഡ് ലെവലാണിത്. ഡൗൺ സ്ട്രീമിന്റെ ബെഡ് ലെവലിനേക്കായി ഈ വാട്ടർ കുഷ്യന്റെ ഡെപ്ത് നമ്മൾ എത്രയായിട്ട് അസ്യൂം ചെയ്യുന്നു? എക്സ് ആയിട്ട് എടുക്കുന്നു. സോ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ബെഡ് ലെവൽ ഇതാണെങ്കിൽ ഇത് എക്സ് ആണ്, ഇത് നമ്മുടെ ബെഡ് ലെവൽ. ഇവിടുത്തെ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഡൗൺ സ്ട്രീമിലെ ഡെപ്ത് ഓഫ് ഫുൾ സപ്ലൈ ആണ്. ഡൗൺ സ്ട്രീമിലെ ഡെപ്ത് ഓഫ് ഫുൾ സപ്ലൈ നമ്മൾ എപ്പോഴും എടുക്കുന്നത് ഇറ്റ് ആസ് D1. ഡൗൺ സ്ട്രീമിലെ ഫുൾ സപ്ലൈ ഡെപ്ത് D1, അപ്സ്ട്രീം സൈഡിലെ ഫുൾ സപ്ലൈ ഡെപ്ത് നമ്മൾ DCU ആയിട്ടാണ് എടുക്കുന്നത്. സോ ഇവിടെ ഡെപ്ത് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് വാട്ടർ കുഷ്യൻ എഫക്റ്റീവ് ഡെപ്ത് എടുക്കുമ്പോൾ എക്സ് പ്ലസ് D1 ആയിരിക്കും ഇവിടെ വരുന്നത്. എക്സ് പ്ലസ് D1. കാരണം എന്താ? ഫുൾ ഡെപ്ത് എടുക്കുമ്പോൾ എത്ര വരും? ഇവിടം തൊട്ട് ഇവിടം വരെ വരും. എഫക്റ്റീവ് ഡെപ്ത് എടുക്കുമ്പോൾ ഇത്രയും D1. എത്രയാണ്? D1. അതായത് ഡൗൺ സ്ട്രീമിലെ ഡെപ്ത് ആണ് D1. പിന്നെ ഇത്രയും എന്താണ്? എക്സ്. നമുക്കറിയത്തില്ല വാട്ടർ കുഷ്യന്റെ ഡെപ്ത്. സോ എഫക്റ്റീവ് ഡെപ്ത് നമുക്ക് എത്ര കിട്ടും? D1 പ്ലസ് എക്സ് ആയിരിക്കും കിട്ടുന്നത്. സോ D1 പ്ലസ് എക്സിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഡെപ്ത് ഓഫ് വാട്ടർ കുഷ്യൻ ഈസ് ഒബ്റ്റൈൻഡ് ബൈ യൂസിംഗ് ദി ഫോർമുല എക്സ് പ്ലസ് D1. ഈ ഇക്വേഷൻ എക്സ് പ്ലസ് D1 is equal to 0.9 DC root H, where DC എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓൺ അപ്സ്ട്രീം സൈഡ്. അപ്സ്ട്രീം സൈഡിലെ ഡെപ്തിനെയാണ് നമ്മൾ DC എന്ന് പറയുന്നത്. അതായത് അപ്സ്ട്രീം സൈഡിലെ വാട്ടറുടെ ഡെപ്ത്. H എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് ഡ്രോപ്പ്. എത്രയാണ് ഡ്രോപ്പ് അവിടെ വരുന്നത്? അതായത് അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലോട്ട് വെള്ളം വീഴുന്ന ഡെപ്ത് എത്രയാണ്? 2 മീറ്റർ എന്ന് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ അപ്സ്ട്രീം സൈഡിലെ ഫുൾ സപ്ലൈ ഡെപ്ത് നമുക്ക് 1.5 ആണെന്ന് അറിയാം. സോ 1.5ഉം 2ഉം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ എക്സ് പ്ലസ് D1 is equal to 0.9 DC root H എന്ന ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര വരും? ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര വരും? D1 എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീമിലെ ബെഡ് വാട്ടർ ലെവലാണ്. അത് 1.5 ആണ് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. പിന്നെ DC അപ്സ്ട്രീമിലെയും ഡെപ്ത് എത്രയാണ്? 1.5. H എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രോപ്പിന്റെ ഹൈറ്റ് എത്രയാണ്? 2. അതും ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. അൺനോൺ. അപ്പൊ ഏത് മാത്രമാണ്? എക്സ് മാത്രമാണ്. അതിൽ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. 0.4 ആയിട്ട് എക്സിന്റെ വാല്യൂ കിട്ടും. സോ വാട്ടർ കുഷ്യൻ എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ കൊടുക്കേണ്ടത്? 0.4 ആണ് കൊടുക്കേണ്ടത് വാട്ടർ കുഷ്യൻ. അതായത് ഇതാണ് നമ്മുടെ ഡ്രോപ്പ് വോൾ എങ്കിൽ
ഇതാണ് നമ്മുടെ ഡ്രോപ്പ് ഹോൾ എങ്കിൽ ഇതാണ് നമ്മുടെ ബെഡ് ലെവൽ. ബെഡ് ലെവലും ഇവിടെ വാട്ടർ കുഷ്യൻ കൊടുക്കുന്നു. ഈ വാട്ടർ കുഷ്യന്റെ ഡെപ്ത് നമ്മൾ എത്ര കൊടുക്കണം? എക്സ് ആണ് കൊടുക്കുന്നത്. ആ എക്സ് എത്രയാന്ന് കിട്ടി? എക്സ് 0.4 എന്ന് കിട്ടി. ഇനി അങ്ങനാണെങ്കിൽ ഹൈറ്റ് ഓഫ് ഡ്രോപ്പ് ഹോൾ എത്രയായിരിക്കും? ഹൈറ്റ് ഓഫ് ഡ്രോപ്പ് ഹോൾ എഗെയിൻ ഈ ഫിഗറിലോട്ട് നോക്കുക. ഹൈറ്റ് ഓഫ് ഡ്രോപ്പ് ഹോൾ എന്ന് പറഞ്ഞാൽ ഏതാ? ഇതാ ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളതാണ് ഹൈറ്റ് ഓഫ് ഡ്രോപ്പ് ഹോൾ എന്ന് പറയുന്നത്. എങ്ങനെ കിട്ടും നമുക്ക് ഹൈറ്റ് ഓഫ് ഡ്രോപ്പ് ഹോൾ? എങ്ങനെ കിട്ടും ഫിഗറിനകത്ത് ഹൈറ്റ് ഓഫ് ഡ്രോപ്പ് ഹോൾ എന്ന് പറയുമ്പോഴത്തേക്കും സിൽ ലെവൽ ഏതാണ് സിൽ ലെവൽ എന്ന് പറയുന്നത്? ഇതാണ് നമ്മുടെ സിൽ ലെവൽ അല്ലെ? ഈ സിൽ ലെവലിലെ ഓൾറെഡി ഇവിടുത്തെ ലെവൽ എത്രയാന്ന് നമുക്കറിയാം? 10 ആണെന്ന് നമുക്കറിയാം. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് ബാക്കിലോട്ട് പോവുക, നോച്ച് നോക്കുക. നോച്ചിന്റെ സിൽ ലെവൽ ദാ ഇവിടെ നോക്കിയേ. നോച്ചിന്റെ സിൽ ലെവൽ ഇവിടെ എത്രയാണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്? 10 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഇതിന്റെ താഴെയാണ് എന്ത് വരുന്നത്? ഡ്രോപ്പ് ഹോൾ വരുന്നത് ആണല്ലോ. ഇതിന്റെ താഴെയാണ് ഡ്രോപ്പ് ഹോൾ വരുന്നത്. സോ സിൽ ലെവൽ എത്രയാണ്? സിൽ ലെവല് ഈസ് 10 ആണ് സിൽ ലെവലിന്റെ വാല്യൂ വരുന്നത്, +10. സോ സിൽ +10. പിന്നെ അടുത്ത നെക്സ്റ്റ് എത്രയാണ്? സിൽ ലെവൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണ് നമുക്കിപ്പോ കിട്ടിയത്? നോക്കിയേ, ബോട്ടം സിൽ ലെവൽ മൈനസ് ബോട്ടം ലെവൽ. ബോട്ടം ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ 7.6, ഈ 7.6 എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? 7.6 നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതായത് ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാം വാട്ടർ കുഷ്യൻ എന്ന് പറയുന്നത് എക്സ് ആണെന്നും അതേപോലെ തന്നെ എന്താ ഇവിടെ ബെഡ് ലെവലിന്റെ എത്രയാ തന്നേക്കുന്നത്? ബെഡ് ലെവൽ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. ഡൗൺ സ്ട്രീമിലെ ബെഡ് ലെവൽ, ഇവിടുത്തെ ഡൗൺ സ്ട്രീമിന്റെ ബെഡ് ലെവൽ എത്രയാണ്? 8 ആണെന്ന് നമുക്കറിയാം. പിന്നെ ഈ വാട്ടർ കുഷ്യൻ ഇപ്പൊ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു? 0.4 ആണെന്ന് നമുക്ക് കണ്ടുപിടിച്ചു. സോ ഇവിടോട്ട് നിങ്ങൾ നോക്കിക്കേ, ഇവിടുത്തെ ലെവൽ എത്രയായിരിക്കും? സോ ഇവിടുത്തെ ലെവൽ എങ്ങനെ കിട്ടും? ഇവിടുത്തെ ലെവൽ 8 ആണ്. ഇതെത്രയാണ്? 0.4. അപ്പൊ ഈ ലെവൽ 7.6 എങ്ങനെ കിട്ടും നമുക്ക്? 8 മൈനസ് 0.4 വാട്ടർ കുഷ്യൻ മൈനസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ലെവൽ എത്രയാന്ന് കിട്ടും? 7.6 എന്ന് കിട്ടും. സോ ഇവിടുത്തെ ലെവല് സിൽ ലെവൽ 10ഉം ഇവിടുത്തെ ലെവൽ എത്രയാണ്? 7.6. സോ ഈ ഡെപ്ത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 10 മൈനസ് 7.6 ചെയ്താൽ പോരെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഡ്രോപ്പ് ഹോളിന്റെ ഹൈറ്റ് കിട്ടും. എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ഓൾറെഡി നമുക്ക് ഇവിടുത്തെ ലെവൽ സിൽ ലെവൽ 10 ആണ് നമ്മൾ സ്റ്റെപ്പ് 1 കണ്ടുപിടിച്ചിട്ടുണ്ട്. ബെഡ് ലെവൽ ഇവിടെ നമുക്ക് ഡൗൺ സ്ട്രീമിലെ ബെഡ് ലെവൽ 8 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പിന്നെ ഈ ഡെപ്ത് ഇപ്പൊ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു? 0.6 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ലെവൽ എങ്ങനെ കിട്ടും? 8 ആണ്. ഈ ലെവൽ എത്രയാണ്? 8 ആണ് ഈ ലെവൽ. ഇത് എത്രയാണ്? 0.4 ആണ് ഇത്. അപ്പൊ ഈ ലെവൽ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 8 മൈനസ് 0.4 ചെയ്യുമ്പോൾ ഈ ലെവൽ കിട്ടും. അങ്ങനെയാണ് എന്ത് കിട്ടുന്നത് നമുക്ക്? 7.6 കിട്ടുന്നത്. ഇത് 7.6 ആണ്, ഇത് 10 ആണ് ഈ ലെവൽ. സോ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 10 മൈനസ് 7.6 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹൈറ്റ് ഓഫ് ഡ്രോപ്പ് ഹോൾ എത്രയാണെന്ന് കിട്ടും? 2.4, അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ഹൈറ്റ് ഓഫ് ഡ്രോപ്പ് ഹോൾ 2.4 എന്ന് കിട്ടും. അങ്ങനെയാണ് ഹൈറ്റ് കണ്ടുപിടിച്ചത്. ഇനി നെക്സ്റ്റ് ബോട്ടം വിഡ്ത്ത്. അപ്പൊ നമുക്ക് എന്തൊക്കെയായി? ഇതാണ് നമ്മുടെ ഡ്രോപ്പ് ഹോൾ. ഡ്രോപ്പ് ഹോളിന്റെ ബോട്ടം വിഡ്ത്ത് 1 മീറ്റർ എന്ന് കിട്ടി. ടോപ്പ് വിഡ്ത്ത് 1 മീറ്റർ എന്ന് കിട്ടി. ഇതിന്റെ ഹൈറ്റ് 2.4 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഇതിന്റെ ബോട്ടം വിഡ്ത്ത് കണ്ടുപിടിക്കണം. ബോട്ടം വിഡ്ത്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് h+d ഡിവൈഡഡ് ബൈ √2. വേർ h എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ഡ്രോപ്പ് ഹോൾ, d എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് വാട്ടർ ആണ്, റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഫോർ മേസൺറി വർക്കിന് നമ്മൾ 2.25 ആയിട്ടാണ് അതിന്റെ വാല്യൂ എടുക്കുന്നത്. സോ അതിലോട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2.6 മീറ്റേഴ്സ് കിട്ടും. സോ ഡ്രോപ്പ് ഹോളിന്റെ ഡയമെൻഷൻസ് ആയി. അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഡ്രോപ്പ് ഹോളിൽ ഇത് 1 മീറ്റർ, ഹൈറ്റ് 2.4, ഇതിന്റെ ബേസ് വിഡ്ത്ത് എത്രയാന്ന് കിട്ടി? 2.6 എന്ന് കിട്ടി. ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് കിട്ടിയ വാല്യൂസ് എല്ലാം കൂടെ ഏതിലോട്ട് മാർക്ക് ചെയ്യുക? ഈ ഫിഗറിനകത്തോട്ട് മാർക്ക് ചെയ്യുക. അതായത് ഇവിടുത്തെ ലെവൽ 10 ആണെന്നറിയാം, ഇവിടുത്തെ ലെവൽ 8 ആണെന്നറിയാം, ഇത് 0.4 ആണെന്നറിയാം. സോ ഇത് 7.6, ഇത് 2.4 എന്ന് കിട്ടി. ഇതിന്റെ ബേസ് വിഡ്ത്ത് ഇവിടെ തൊട്ട് ഇവിടം വരെ ഇപ്പൊ എത്രയാന്ന് കിട്ടി? 2.6. ഇത് എത്രയാണ്? 1 മീറ്റർ. പിന്നെ ഫ്ലോർ വരയ്ക്കുക, ഏപ്രിൽ കാണിക്കുക, ഡൗൺ സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ, സിൽ ലെവൽ മാർക്ക് ചെയ്യുക, നോച്ച് മാർക്ക് ചെയ്യുക, അപ്സ്ട്രീം ബെഡ്. ഇത്രയാണ് അതിനകത്ത് കമ്പോണൻസ് വരുന്നത്, അതിനകത്ത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി അതാണ് സ്റ്റെപ്പ് 3യിൽ വരുന്നത്. ഇനി മൂവിങ് ടു സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4ൽ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഡിസൈൻ ഓഫ് ഹൊറിസോണ്ടൽ ഫ്ലോർ ഓഫ് കുഷ്യൻ. അതായത് ഈ സോളിഡ് ഏപ്രൺ അല്ലെങ്കിൽ വാട്ടർ കുഷ്യൻ നമ്മളിപ്പോ പറഞ്ഞല്ലോ ഓൾറെഡി. ഇതാ ഈ ഫിഗർ നോക്കാമെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെയാണ് ഈ പോർഷനിലാണ് വാട്ടർ കുഷ്യൻ വരുന്നത്. ഇവിടെ വന്ന് വാട്ടർ കുഷ്യൻ, പിന്നെ ഇത് ബെഡ് ലെവലിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ ഈ വാട്ടർ കുഷ്യന്റെ താഴെ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കും? ഈ
ഇതിന്റെ താഴെ ഈ വോളിന്റെ താഴെ ഫുൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫ്ലോർ കൊടുക്കും. അപ്പം ഈ ഫ്ലോർ ഡിസൈൻ ചെയ്ത്, ഈ ഹൊറിസോണ്ടൽ ഫ്ലോർ ഡിസൈൻ ചെയ്തു, അതിന്റെ തിക്നെസ്, അതിന്റെ ഡെപ്ത്, അതൊക്കെ നമ്മൾ ലെങ്ത് എത്ര വേണം എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ സബ് സ്റ്റെപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സബ് സ്റ്റെപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു 2 സ്റ്റെപ്സ് ആയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ഫ്ലോർ. ഈ ഫ്ലോറിന് നമുക്ക് എത്ര ലെങ്ത് വേണമെന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. എസ്പെഷ്യലി നമ്മൾ ഏതിനാ, ഈ വാട്ടർ കുഷ്യൻ വരുന്ന പോർഷനിലെ ഫ്ലോറിന്റെ ലെങ്ത് ഇത്രയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. വാട്ടർ കുഷ്യൻ നിൽക്കുന്ന എവിടെയാ, അത് ഇത്രയും പോർഷനിലാണ് വാട്ടർ കുഷ്യൻ വരുന്നത്. ഈ വാട്ടർ കുഷ്യൻ നിൽക്കുന്ന പോർഷനിലെ ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം സോളിഡ് ഏപ്രൺ അല്ലെങ്കിൽ വാട്ടർ കുഷ്യന്റെ അവിടുത്തെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 1.5 പ്ലസ് 2√dc into h or 5 അല്ലെങ്കിൽ 5. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാല്യൂ ഓർ 5, ഇതിൽ ഏതാണോ ഗ്രേറ്റർ അതായിരിക്കും. ഓക്കെ, അതിനകത്ത് 1.5 പ്ലസ് 2 into dc into h എന്ന് പറഞ്ഞാൽ, വേറെ dc എന്ന് പറഞ്ഞാൽ dc is the ഡ്രോപ്പ് എത്രയാണ്, 2 മീറ്റർ. ആൻഡ് dc എന്ന് പറഞ്ഞാൽ എന്താ, dc എന്ന് പറഞ്ഞാൽ അപ്സ്ട്രീം സൈഡിലെ വാട്ടറിന്റെ ഡെപ്ത് ആണ്. അത് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് 1.5. പിന്നെ h എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ്, ഇവിടുന്ന് ഉള്ള ഡ്രോപ്പ് എത്രയാണ്, ക്വസ്റ്റിന് തന്നിരിക്കുന്നത് 2 മീറ്റർ. സോ ഇതിനകത്തോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4.96 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓർ ഗ്രേറ്റ് 5, ഇത് രണ്ടിൽ ഏതാണോ ഗ്രേറ്റർ വാല്യൂ, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 5, കമ്പയർ ചെയ്യുക ഗ്രേറ്റർ വാല്യൂ ഏതാണോ അതാ എടുക്കുന്നത്. അപ്പൊ ഗ്രേറ്റർ ഏതാ, 5 ആണ്. സോ പ്രൊവൈഡ് എ ലെങ്ത് ഓഫ് 5 മീറ്റർ ഫോർ ഹൊറിസോണ്ടൽ ലെങ്ത് ഓഫ് വാട്ടർ കുഷൻ. അപ്പൊ ഇത്രയും ഭാഗത്താണ് വാട്ടർ കുഷൻ വരുന്നത്. വാട്ടർ കുഷ്യന്റെ ലെങ്ത് എത്ര കൊടുക്കുക, 5 മീറ്റർ ആയിട്ട് കൊടുക്കുക. അപ്പൊ ഇത്രയും ലെങ്ത് എത്രയാണ്, 5 മീറ്റർ ആയിരിക്കും. ഇനി നെക്സ്റ്റ് തിക്നെസ് ഓഫ് ഫ്ലോറിന്റെ തിക്നെസ് എന്ന് പറയുന്നത്, ഫ്ലോറിന്റെ തിക്നെസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും ഫൗണ്ടേഷന്റെ നേച്ചർ ഏതാണോ അതിനെ ബേസ് ചെയ്തിരിക്കും. പിന്നെ അതേ കൂട്ട് തന്നെ ഇവിടുന്ന് ഇവിടാണ് വെള്ളം നിൽക്കുന്നത്, ഇല്ലേ, വെള്ളം നിൽക്കുന്ന ഇവിടാണ് ബെഡ് ലെവൽ. ഇവിടുന്ന് ക്രീപ്പ് ചെയ്തു വരുന്ന വെള്ളത്തിനെ അപ്ലിഫ്റ്റിനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. അതേ കൂട്ട് തന്നെ ഈ അപ്ലിഫ്റ്റ് എവിടെയാണ് മാക്സിമം വരുന്നത്, ടോപ്പ് പോർഷനിലായിരിക്കും മാക്സിമം വരുന്നത്. നമ്മൾ ഇവിടെ തിക്നെസ് ഒരു 1 മീറ്റർ ആണ് തിക്നെസ് എന്ന് ഇതിനങ്ങ് അസ്യൂം ചെയ്ത് കൊടുക്കുന്നു. ഈ ഫ്ലോർ തിക്നെസ് എത്രയാണ്, 1 മീറ്റർ ആയിട്ട് നമ്മളങ്ങ് അസ്യൂം ചെയ്ത് കൊടുക്കുന്നു. സോ ഈ ഫിഗർ നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്നത് എഗെയിൻ ആ നേരത്തെ വരച്ച ഫിഗർ തന്നെയാണ്. ഏതാ, ആദ്യം നോച്ച് പിയർ ഇരിക്കുന്നു, സിൽ ലെവലിന്റെ താഴേക്ക് എന്താണ്, ഡ്രോപ്പ് വോൾ, ഇതിന്റെ താഴെ ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷന്റെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു, 5 മീറ്റർ. ഇവിടുത്തെ ലെവൽ നമുക്കറിയാം 11.5 ആൻഡ് 10. അത് രണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന എവിടാന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നോച്ചിന്റെ ഡിസൈൻ നോക്കുക, അതിൽ പറയുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ലെവൽ 7.6, അത് നമ്മൾ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചതാണ്, നോക്കുക. ഇനി ഈ തിക്നെസ് എത്രയാണ്, ഡെപ്ത് എത്രയാണ്, ഈ ഡിസ്റ്റൻസ് എത്രയാണ്, 1 മീറ്റർ. സോ ഇവിടെ 7.6 ആണെങ്കിൽ ഇവിടുത്തെ ലെവൽ എത്രയായിരിക്കും, 7.6 മൈനസ് 1 എത്ര വരും, 6.6. സോ ഇവിടുത്തെ ലെവൽ എത്രയായിരിക്കും, 6.6 ആയിരിക്കും വരുന്നത്. അത്രയാണ് ഈ ഫിഗറിനകത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ ഇവിടുത്തെ വിഡ്ത്ത് നമ്മൾ 1 മീറ്റർ ആണ് കണ്ടുപിടിച്ചു, ഇവിടുത്തെ വിഡ്ത്ത് നമ്മൾ 2.6 ആണ് കണ്ടുപിടിച്ചു. ഈ ലെങ്ത് നമ്മളിപ്പോ കണ്ടുപിടിച്ചു 5 മീറ്റർ, ഈ തിക്നെസ് നമ്മളിപ്പോ 1 ആയിട്ട് അസ്യൂം ചെയ്ത് കൊടുത്തു. അപ്പം ഇനിയും അതാണ് ബേസിക് ആയിട്ട് ഫിഗർ വരച്ചിരിക്കുന്നത്, അതിനകത്തെ കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്തിരിക്കുന്നത്. സെയിം ഫിഗർ തന്നെയാണ് ഇപ്പുറത്തും വരച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, തിക്നെസ് ഓഫ് ഫ്ലോർ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, നമ്മൾ ടോട്ടൽ ലെങ്ത് ഓഫ് ക്രീപ്പ് എടുക്കുക. ടോട്ടൽ ലെങ്ത് ഓഫ് ക്രീപ്പ് ലെങ്ത് കണ്ടുപിടിക്കണം. നമുക്ക് ക്രീപ്പ് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം വെള്ളം എവിടെയാണ്, ഇതാണ് വെള്ളം, ഫുൾ സപ്ലൈ ലെവൽ ഇതാണ് ബെഡ് ലെവൽ. അപ്പൊ ബെഡ് ലെവലിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, വെള്ളം ക്രീപ്പ് ചെയ്ത് താഴേക്ക് വന്ന് ഇതുവഴി മൂവ് ചെയ്ത് എങ്ങോട്ട് വരുന്നു, ടോയിൽ വരുമ്പോഴത്തേക്കും എക്സിറ്റ് വരുന്നു. സോ ടോട്ടൽ ക്രീപ്പ് ലെങ്ത് എത്രയാ വരുന്നത്, ഈ ബെഡ് ലെവലിൽ നിന്ന് താഴെ മുതലാണ് ക്രീപ്പ് തുടങ്ങുന്നത്, അല്ലേ. സോ ബെഡ് ലെവൽ മുതൽ താഴേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാ നോക്കിക്കേ. ആദ്യം ബെഡ് ലെവൽ ഇവിടെ ആണെങ്കിൽ ഫസ്റ്റ് ഡിസ്റ്റൻസ് അത് കവർ ചെയ്യുന്നത് 2.4, അല്ലേ. സോ 2.4 പ്ലസ് അത് കഴിഞ്ഞ എത്ര, 1 മീറ്റർ പ്ലസ് 1. പിന്നെ ഈ പോർഷൻ നോക്കിയേ, ഇവിടെ ഒരു ചെറിയ ഫ്ലോർ പോർഷൻ ഉണ്ടായിരുന്നു, അത് നമ്മൾ 0.3 ആയിട്ട് അസ്യൂം ചെയ്ത് കൊടുത്തിരിക്കുകയാണ്, 0.3. ദെൻ പ്ലസ് ഈ ബേസ് വിഡ്ത്ത് എത്രയാണ്, 2.6. ഇത്രയും ഡിസ്റ്റൻസ് ആണ് ക്രീപ്പ് ചെയ്ത് വരുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 6.3 മീറ്റേഴ്സ് എന്ന് കിട്ടും. ഇനി ബ്ലൈസ് തിയറി അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് വേണം. നമ്മൾ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എത്രയായിട്ട് അസ്യൂം ചെയ്യുന്നു, 1/4 മീറ്റർ. 1/4 ആണെന്ന് അസ്യൂം ചെയ്യുന്നു. സോ 1/4 ആണെങ്കിൽ ഹെഡ് ലോസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഹെഡ് ലോസ് ഡ്യൂ ടു ക്രീപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഇക്വേഷൻ എന്താണ്, ക്രീപ്പ് ലെങ്ത് ബൈ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ്. ബ്ലൈസ് തിയറി ഇക്വേഷൻ ആണ് ക്രീപ്പ് ലെങ്ത് ബൈ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ്. സോ ക്രീപ്പ് ലെങ്ത് നമുക്ക് എത്രയായിട്ട് കിട്ടി, 6.3 ഡിവൈഡഡ് ബൈ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് നമ്മൾ എത്ര, 1/4 ആണ്. സോ ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നതാണ് 1.573 മീറ്റർ. ഓക്കെ, ഇനി അത്രയും നമുക്കപ്പം ഹെഡ് ലോസ് കിട്ടി. ഇനി ടോട്ടൽ ഹെഡ് ലോസ് എത്രയാണ്, അതായത് വെള്ളം ഫ്ലോ ചെയ്യുന്നത് അപ്സ്ട്രീം സൈഡിൽ നിന്ന് ഡൗൺ സ്ട്രീം സൈഡിലേക്കാണ്. സോ അപ്സ്ട്രീം സൈഡ്
അപ്സ്ട്രീം സൈഡ് ടു ഡൗൺ സ്ട്രീം സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും അപ്സ്ട്രീമിലെ ബെഡ് ലെവൽ എത്രയാണ്? അപ്സ്ട്രീമിലെ ഓക്കെ, അപ്സ്ട്രീം സൈഡ് അപ്സ്ട്രീം സൈഡിലെ ഇവിടെ ഈ സ്റ്റെപ്പിൽ ഇവിടെ അപ്സ്ട്രീം സൈഡിലെ വാട്ടറിന്റെ ലെവലും ഡൗൺ സ്ട്രീം ലെവലും മൈനസ് ചെയ്യുക. അപ്സ്ട്രീമിലെ വാട്ടർ ലെവൽ എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? അപ്സ്ട്രീമിലെ ഫുൾ സപ്ലൈ ലെവൽ ഈസ് 11.5, ഡൗൺ സ്ട്രീമിലെ 9.5. അത് തന്നെയല്ലേ ഇവിടെ എടുത്തിരിക്കുന്നത്? ചെക്ക് ചെയ്തേ. സോ ഇവിടെ നോക്കുക, അപ്സ്ട്രീം സൈഡിലെ ഫുൾ സപ്ലൈ ലെവൽ മൈനസ് ഡൗൺ സ്ട്രീം സൈഡിലെ ലെവൽ തമ്മിൽ നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. അതായത് 11.5 മൈനസ് 9 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 2 മീറ്റേഴ്സ് കിട്ടും. സോ ഇനി ടോട്ടൽ ഹെഡ് ലോസ് അപ്പൊ എത്രയാണ്? അപ്സ്ട്രീമിലെ വാട്ടർ ലെവൽ മൈനസ് ഡൗൺ സ്ട്രീമിലെ വാട്ടർ ലെവൽ എത്രയാന്ന് കിട്ടി? 2 ആണ് ടോട്ടൽ ഹെഡ് ലോസ്. ക്രീപ്പ് കാരണം നഷ്ടപ്പെട്ടത് എത്രയാണ്? 1.575. സോ റെസിജ്വൽ ഹെഡ് എത്ര കിട്ടും? ബാക്കി എത്ര ഉണ്ട്? ടോട്ടൽ ഹെഡിനകത്ത് നിന്ന് എന്ത് മൈനസ് ചെയ്യുക? ടോട്ടൽ ഹെഡ് 2 ആണ്. 2വിനകത്ത് നിന്ന് 1.574 മൈനസ് ചെയ്യുക. സോ റെസിജ്വൽ ഹെഡ് വിൽ ബി 0.425. ഇനി therefore thickness എങ്ങനെ കണ്ടുപിടിക്കാം? റെസിജ്വൽ ഹെഡ് മൈനസ് GC അല്ലെങ്കിൽ റോ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടും. റോ വാല്യൂ ഇസ് എത്രയാ? റോയുടെ വാല്യൂ 2.24 ആയിട്ട് എടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തിക്നെസ് ഡിവൈഡഡ് ബൈ 2.24 മൈനസ് 1 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.3 എന്ന് ആൻസർ കിട്ടും. സോ എ മിനിമം ഇതാണ് നമുക്ക് തിക്നെസിന്റെ നമുക്ക് കാൽക്കുലേഷൻ വഴി കിട്ടുന്നത്. ബട്ട് എ മിനിമം തിക്നെസ് ഓഫ് 1/2 റൂട്ട് ഓഫ് DC പ്ലസ് H ഈസ് റിക്വയർഡ്. പക്ഷെ ഏറ്റവും കുറഞ്ഞത് മിനിമം തിക്നെസ് ഇത്രയാണ് വേണ്ടത്. അത് അറ്റൈൻ ചെയ്യുന്നുണ്ടോ നോക്കുക. അത് എത്രയാണ്? 1/2 DC എന്ന് പറഞ്ഞാൽ അപ്സ്ട്രീം സൈഡിലെ വാട്ടറിന്റെ ഡെപ്ത് ആണ്. സോ അത് 1.5. H എന്ന് പറഞ്ഞ ഡ്രോപ്പ് ആണ്, 2 ആണ്. സോ അത് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കിട്ടുമ്പോൾ 0.9 ആണ്. അപ്രോക്സിമേറ്റ് ചെയ്താൽ 1 ആയിട്ട് എടുക്കാം. സോ 1 മീറ്റർ തിക്നെസ് നമുക്ക് എവിടെ വേണം? 5 മീറ്ററിന് മിനിമം വേണം. നമ്മൾ കൊടുത്തതും എത്ര തന്നെയാണ്? 1 മീറ്റർ തന്നെയാണ് നമ്മൾ കൊടുത്തത്. ഓക്കെ, ഇനി അടുത്തത് സോ റെസിജ്വൽ നെക്സ്റ്റ് പോയിന്റിൽ വരുന്നത് റെസിജ്വൽ ഹെഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ സോളിഡ് ഏപ്രൺ. എൻഡിലേക്ക്, അതായത് ഇത് ഇവിടെ നിന്നും വാട്ടർ ഫ്ലോ ചെയ്ത് ഇതിൽ നിന്ന് ഇവിടെ നിന്ന് വാട്ടർ ക്രീപ്പ് ചെയ്ത് ഈ ഫ്ലോറിലൂടെ വന്ന് ഇവിടെ വാട്ടർ കുഷ്യൻ ആണെന്ന് നമുക്കറിയാം. ഈ വാട്ടർ കുഷ്യന്റെ എൻഡിൽ വരെ എത്തുമ്പോഴത്തേക്കും അതിന്റെ ഹെഡ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഹെഡ് മൈനസ് ഹെഡ് ലോസ് ചെയ്താൽ മതി. സോ ടോട്ടൽ ഹെഡ് എത്രയാണെന്ന് നമുക്കറിയാം? 2. ടോട്ടൽ ഹെഡ് എത്രയാണ്? 2 ഓൾറെഡി നമ്മൾ എബോവ് സ്റ്റെപ്പിൽ ഇവിടെ നമ്മൾ ടോട്ടൽ ഹെഡ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ 2 മൈനസ് ട്രാവൽ ചെയ്ത് വരുമ്പോൾ അതിന്റെ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? നോക്കിക്കേ, ഇത് ഇവിടുന്ന് ട്രാവൽ ചെയ്ത് വരുമ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് 2.5. പിന്നെ അടുത്തത് എത്രയാ? 2.5 1 മീറ്റർ. പിന്നെ 1 മീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ട്, ഒരു 0.3, നേരത്തെ നമ്മൾ എടുത്ത പോലെ തന്നെ, പ്ലസ് 2.6. പിന്നെ എൻഡ് ഓഫ് ദി വാട്ടർ കുഷ്യൻ വരെ വരുമ്പോഴത്തേക്ക് ഇവിടം വരെ എത്രയാണ്? 5 മീറ്റർ. അപ്പം 2.4 പ്ലസ് 1 പ്ലസ് 0.3 പ്ലസ് 2.6 പ്ലസ് 5 ഡിവൈഡഡ് ബൈ എന്താ? ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എത്രയാണ്? 4 ആണ്. 1/4 ആയിട്ടാണ് നമ്മൾ എടുത്തത്. സോ ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാമെങ്കിൽ കിട്ടുന്നത് -0.825. അതായത് റെസിജ്വൽ അപ്ലിഫ്റ്റ് വരുന്ന നെഗറ്റീവ് ആണ്. ദാറ്റ് മീൻസ് ഓൾറെഡി എന്താണ്? എല്ലാ അപ്ലിഫ്റ്റ് പ്രഷറും ഡിസ്ട്രോയ് ആയി അത് സോളിഡ് ഏപ്രന്റെ എൻഡിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ വേറെ എന്താണ് മറ്റേ റെസിജ്വൽ ഹെഡ് ഒന്നും അപ്ലിഫ്റ്റ് ഒന്നും നിപ്പുണ്ടാവത്തില്ല. സേഫ് ആയിട്ട് അത് ട്രാവൽ ചെയ്ത് കഴിയും. അതാണ് നെഗറ്റീവ് വന്നത്, അതിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് സ്റ്റെപ്പ് 3-ല് 4-ല് വരുന്നത്. നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ ഇടാവേ.